ഓം നമ ശിവായ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മൗഖിക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്കതിൻ്റെ ആൻസേഴ്സ് മിസ് തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ലിഖിതിൻ്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അതിൻ്റെ ആൻസേഴ്സും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും മക്കൾ എഴുതി വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എഴുതിയിട്ട് പഠിക്കണം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലിഖിതിലെ ബാക്കി ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സാണ്. ലിഖിതിൽ സെക്കൻഡ് വൺ, ഫസ്റ്റ് വണ്ണാണ് എഴുതിയത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് 4 എണ്ണം. ഇനി സെക്കൻഡ് വണ്ണ് പേജ് നമ്പർ 94. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, പേജ് നമ്പർ 94. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതുകൊണ്ട് തന്നെ മിസ് ആൻസേഴ്സ് മാത്രമാണ് തരുന്നത്. ക്വസ്റ്റ്യൻസ് മക്കൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി എഴുതുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഞാൻ സെപ്പറേറ്റായി അയച്ചു തരാം. അഥവാ ടെക്സ്റ്റ് ബുക്ക് ആർക്കെങ്കിലും ഇല്ലെങ്കിൽ അതിൽ നോക്കിയിട്ട് ക്വസ്റ്റ്യൻ എഴുതുക. ഒരു ക്വസ്റ്റ്യൻ എഴുതുക, അതിൻ്റെ ഒരു ആൻസർ എഴുതുക. അതിനുശേഷം അടുത്ത ക്വസ്റ്റ്യൻ എഴുതുക, എന്നിട്ട് ആൻസർ എഴുതുക. അപ്പോൾ എഴുതുമ്പോൾ വളരെ ശ്രദ്ധയോടെ എഴുതുക, ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതാൻ അല്ലെങ്കിൽ ആൻസർ എഴുതാൻ വിട്ടുപോകും, ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ വിട്ടുപോകും, അങ്ങനെയൊക്കെ വരും. അതുകൊണ്ട് ശ്രദ്ധിച്ച് എഴുതുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 2 ക. पेज नंबर 94. शिवरात्रि का पर्व क्यों मनाया जाता है? ശിവരാത്രി ആഘോഷം എന്തിനാണ് നടത്തപ്പെടുന്നത്, എന്തുകൊണ്ടാണ് ആഘോഷിക്കുന്നത്, അതിൻ്റെ പിന്നിലുള്ള എന്താണ് കഥ, ഐതിഹ്യം എന്താണ് എന്നാണ് ക്വസ്റ്റ്യനിൽ അർത്ഥമാക്കുന്നത്. അതിൻ്റെ ആൻസർ माना जाता है कि सृष्टि के प्रारंभ में मध्य रात्रि को भगवान शंकर का ब्रह्मा से रुद्र के रूप में अवतरण हुआ था. प्रलय की बेला में इसी दिन प्रदोष के समय भगवान ने तांडव अथवा शिव करते हुए अपने तीसरे नेत्र की ज्वाला से ब्रह्मांड को समाप्त किया था. इसी की याद में यह पर्व मनाया जाता है. ക്വസ്റ്റ്യൻ്റെ ആൻസർ മാനാ ജാത്താ ഹേക്ക്, അറിയപ്പെടുന്നത് എന്തെന്നാൽ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തെന്നാൽ, സൃഷ്ടിക്ക് പ്രാരംഭമേ, ഈ സൃഷ്ടിയുടെ ആദ്യം, സൃഷ്ടിയുടെ പ്രാരംഭത്തിൽ, തുടക്കത്തിൽ, മധ്യരാത്രിക്കു, അർദ്ധരാത്രിയിൽ, ഭഗവാൻ ശങ്കർ അർത്ഥാത് ശിവ്, അല്ലേ, ഭഗവാൻ ശിവഭഗവാൻ ബ്രഹ്മാസെ രുദ്രകേ രൂപമേ അവതരൺ ഹുവ, രുദ്രൻ്റെ രൂപത്തിൽ ബ്രഹ്മാവിൽ നിന്നും അവതരിച്ചു. ശിവൻ സ്വയംഭൂവാണ്, സ്വയം ഉണ്ടായതാണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ. പ്രളയക്ക് ബേളാമേ ഇസീ ദിൻ, പ്രളയത്തിൻ്റെ അവസരത്തിൽ, ഇതേ ദിവസമാണ്, പ്രദോഷ് കെ സമയ, ഈവനിങ്, സന്ധ്യാസമയത്ത്, ഭഗവാനെ താണ്ഡവ് കർത്തേ ഹുയെ അപ്നെ തീസരെ നേത്ര കി ജ്വാല സെ ബ്രഹ്മാണ്ട് കോ സമാപ്ത് കിയാ ഥാ. ഭഗവാൻ ശിവൻ സന്ധ്യാസമയത്ത് ശിവതാണ്ഡവം ചെയ്തുകൊണ്ട്, താണ്ഡവ നൃത്തം ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ഇല്ലാതാക്കി. ഇസിക്ക് യാദമേ യ പർവ് മനായ ജാത്താ ഹെ, ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ആഘോഷം നടത്തപ്പെടുന്നത് എന്നാണ് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ വിശ്വസിക്കപ്പെടുന്നത്. ഓക്കെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. शिकारी के ऋण न चुकाने पर साहूकार ने क्या किया? शिकारी के ऋण न ചുക്കാനെ പർ, ഷിക്കാരി, ഹണ്ടറിൻ്റെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹണ്ടർ തൻ്റെ കടം വീട്ടാതിരുന്നപ്പോൾ സാഹൂക്കാർ എന്ത് ചെയ്തു അയാളെ എന്നാണ് ക്വസ്റ്റ്യൻ. ഷിക്കാരി കെ ഋൺ ന ചുക്കാനെ പർ, ഹണ്ടർ തൻ്റെ കടം വീട്ടാത്തതിനാൽ, സാഹൂക്കാർ കോ ക്രോധ് ആകിയ, സാഹൂക്കാറിന് അയാളോട് വളരെയധികം ദേഷ്യം തോന്നി. और उसे ശിവമഠ് മേ ബന്ദി ബനാ ദിയ, എന്നിട്ട് അദ്ദേഹത്തെ ശിവമഠത്തിൽ ബന്ദിയാക്കി വെച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ തേർഡ്, ശിവരാത്രി കെ ദിൻ ശിവഭക്ത് ക്യാ കർത്തേ ഹെ, ശിവരാത്രിയായ ദിവസം ശിവഭക്തന്മാർ എന്തൊക്കെ ചെയ്യും? ആൻസർ ശിവരാത്രി കെ ദിൻ शिव भक्त शिव मंदिरों में जाकर शिवलिंग पर बेल पत्र चढ़ाते हैं.
पूजन उपवास तथा रात्रि को जागरण करते हैं। इस दिन मिट्टी के बर्तन में पानी भरकर ऊपर से बेलपत्र, आक, धतूरे के पुष्प, चावल आदि डालकर शिव का पूजन करते हैं। रात्रि को जागरण करके शिव पुराण का श्रवण कर दूसरे दिन उपवास खोला जाता है. എന്തൊക്കെയാണ് ചെയ്യുന്നത് ശിവരാത്രിയായ ദിവസം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ശിവരാത്രി കെ ദിൻ, ശിവരാത്രിയായ ദിവസം ശിവഭക്തന്മാർ ശിവമന്ദിരവുമേ ജാക്കർ, ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് എന്ത് ചെയ്യും? ശിവലിംഗ് പർ ബേൽ പത്ര ചढ़ാത്തെ, ശിവലിംഗത്തിൽ വില്വപത്രം അല്ലെങ്കിൽ ബേൽപത്ര, കൂവളത്തിൻ്റെ ഇല അർപ്പിക്കും. പൂജൻ ഉപവാസ് തഥാ രാത്രി കോ ജാഗരൺ കർത്തേ ഹെ, പൂജ ചെയ്യും, ഉപവാസം ഇരിക്കും, പിന്നെയോ രാത്രിയിൽ ഉറക്കമൊളിച്ചിരിക്കും അല്ലേ, രാത്രി ഉറങ്ങാതെ വ്രതം എടുക്കും. എന്നിട്ടോ ഇസ് ദിൻ മിट्टी के बर्तन में पानी भरकर ऊपर से बेलपत्र, आक, धतूरे के पुष्प, चावल आदि डालकर शिव का पूजन करते हैं. ഇതേ ദിവസം മൺപാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് ഊപ്പർ സേ ബേൽപത്ര, അതിൻ്റെ മുകളിൽ, ആ വെള്ളത്തിൻ്റെ ആ ജലത്തിൻ്റെ മുകളിൽ ബേൽപത്ര, കൂവളത്തിൻ്റെ ഇലയും, ആക്ക്, ധതൂരെ കെ പുഷ്പ്, ചാവൽ, ആക്ക്, ധതൂരെ കെ പുഷ്പ്, ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള പൂക്കളാണ്. അത് മിസ്സ് വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടാവും, അതിൻ്റെ പിക്ചർ കാണിച്ചു തന്നിട്ടുണ്ടായി. അപ്പോൾ ഈ പൂക്കൾ ശിവന് അർപ്പിക്കാൻ വേണ്ടി എടുക്കും. പിന്നെ ചാവൽ അല്ലേ, അരിയും, ഇതൊക്കെ ഇട്ടിട്ടാണ് ശിവനെ പൂജിക്കുന്നത്. ശിവ കാ പൂജൻ കർത്തേ ഹെ. രാത്രി കോ ജാഗരൺ കർക്കെ ശിവപുരാണ കാ ശ്രവൺ കർ ദൂസരേ ദിൻ ഉപവാസ് ഖോലാ ജാതാ ഹെ. രാത്രി മുഴുവനും ഇരുന്ന് ഉണർന്നിരുന്ന് എന്ത് ചെയ്യും? ശിവപുരാണ കഥ കേൾക്കും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഉപവാസം അവസാനിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ തേർഡ് വണ്ണിലാണ്. തേർഡ് വണ്ണിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിമ്നലിഖിത പ്രശ്നമൊക്കെ ഉത്തർ വിസ്താരപൂർവ്വക് ലിഖിയെ, കുറച്ച് വിസ്താരമായിട്ട് എന്നാൽ കുറച്ചുകൂടെ വലുതായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, വിവരിച്ചും കൊണ്ട് എഴുതാൻ. शिकारी ശിവമഠ മേ ബന്ദി ഹോനെ പർ ക്യാ കിയ, ഈ ശിക്കാരി ശിവമഠത്തിൽ ബന്ധനസ്ഥനായപ്പോൾ എന്ത് ചെയ്തു എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. शिकारी ശിവമഠ മേ ബന്ദി ഹോനെ പർ ക്യാ കിയ, അതിൻ്റെ ആൻസർ शिकारी कर्ज न चुकाने पर, कर्ज न चुकाने पर शिकारी को शिवमठ में बंदी बनाया गया. उस दिन शिवरात्रि थी. अनजाने में शिकारी ध्यानमग्न होकर शिव संबंधी धार्मिक बातें सुनता रहा. शिवरात्रि व्रत की कथा सुनी. इस प्रकार शिकारी ने शिव पूजन किया. कर्ज न चुकाने पर, കടം വീട്ടാൻ സാധിക്കാതപ്പോൾ ഷിക്കാരിക്കോ ശിവമഠമേ ബന്ദി ബനായ ഗയ, ഷിക്കാരിയെ ശിവമഠത്തിൽ ബന്ധനസ്ഥനാക്കി വച്ചു. ഉസ് ദിൻ ശിവരാത്രി ഥി, ആ ദിവസം ശിവരാത്രി ആയിരുന്നു. അൻജാനെ മേ ഷിക്കാരി ധ്യാനമഗ്ന ഹോക്കർ ശിവസംബന്ധി ധാർമ്മിക ബാത്തേ സുൻതാ രഹ, അറിയാതെ ഷിക്കാരി ധ്യാനമഗ്നനായിട്ട് ശിവസംബന്ധി, ശിവനുമായി ബന്ധപ്പെട്ട ധാർമ്മിക കാര്യങ്ങൾ കേൾക്കാനിടയായി. ശിവരാത്രി വ്രത് കി കഥാ സുനി, ശിവരാത്രി വ്രതത്തിൻ്റെ കഥയും കേട്ടു. ഇസ് പ്രകാർ ഷിക്കാരിനെ ശിവപൂജൻ കിയ, ഇപ്രകാരം ഷിക്കാരി ശിവപൂജ ചെയ്തു. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഷിക്കാരി ജംഗൽ മേ രാത് ഭർ ക്യൂം രഹ और उसने क्या किया. ഷിക്കാരി രാത്രി മുഴുവനും കാട്ടിൽ എന്തുകൊണ്ടിരുന്നു? ക്യോം രഹ, എന്തുകൊണ്ട് രാത്രി മുഴുവൻ കാട്ടിൽ കഴിച്ചുകൂട്ടി. और उसने क्या किया, അത് എന്ത് ചെയ്തു? आंसर, शिकारी जंगल में रात भर जंगली जानवर से बचने के लिए पेड़ पर बैठा रहा. ഷിക്കാരി രാത്രി മുഴുവനും ജംഗലി ജാൻവർ സെ ബച്നെ കെ ലിയെ, ഈ കാട്ടുമൃഗത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നത്. വഹ് രാത് ഭർ ബേചൈനി സെ പേട് കെ പത്തേ നീച്ചെ ഫെങ്ക്താ രഹ, അങ്ങനെ അദ്ദേഹം രാത്രി മുഴുവനും ബേചൈനീസെ എന്ന് പറഞ്ഞാൽ സമാധാനമില്ലാതെ ആ ഓരോ ഇലകളായിട്ട് പറിച്ച് താഴേക്ക് എറിഞ്ഞു. പേട് കെ നീച്ചെ ശിവ ലിംഗ് ഥ,
ആ മരത്തിൻ്റെ തൊട്ട് താഴെ ശിവലിംഗം ഉണ്ടായിരുന്നു. ഇസ് പ്രകാർ ഷിക്കാരിനെ ശിവ്കോ പ്രസന്ന കർ ദിയ. ഇപ്രകാരം ഇദ്ദേഹം കൂവളത്തിലെയാണ് എറിഞ്ഞത്, അങ്ങനെ ശിവനെ പ്രസാദിപ്പിച്ചു, അല്ലേ, അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു. അതാണ് സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മക്കൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ഓക്കെ.